ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, അസിസ്റ്റന്റ് സെയിൽസ്മാൻ മലപ്പുറം ജില്ലയുടെ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നു. ASM നമ്മൾ പറയുന്ന മലപ്പുറം ജില്ലയുടെ ASMന്റെ പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് വന്നത്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നും നിലവിലെ നിയമന നില എന്തായെന്നും പഴയ കട്ട് ഓഫ് എത്രയായിരുന്നു, ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പുതിയ ലിസ്റ്റിൽ എത്ര, പഴയ ലിസ്റ്റിൽ എത്ര ആളുകൾ, അതായത് ലിസ്റ്റിന്റെ ആ ഒരു വലിപ്പ കുറവ് തന്നെയാണ് ഒരു പ്രത്യേക ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം. അതുപോലെ മറ്റു കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ വന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ 30/12/2024 ഗസറ്റഡ് വിജ്ഞാപനത്തിലാണ് ഈ ഒരു ASMന്റെ വിജ്ഞാപനം വന്നത്. 29/1/2025 വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ നിങ്ങൾ നോക്കുക, 527/2024 527/2024 ആയിരുന്നു. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ. എത്രയാണ് സ്കെയിൽ ഓഫ് പേ? 23 മുതൽ 50,200 വരെയാണ്. 14 ജില്ലകളിലേക്കുമായിട്ട് പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം വന്നിരുന്നത്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി ഇതാ നമുക്ക് മലപ്പുറം ജില്ലയുടെ 527/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിന്റെ ആ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പരീക്ഷ നടന്നത് നമുക്കറിയാം 2/8/2025 2/8/2025 9/8/2025 9/8/2025 രണ്ട് ഘട്ടമായിട്ടാണ് ഈ ഒരു പരീക്ഷ നടന്നത്. അതായത് 7 ജില്ലകൾക്ക് എന്ന രീതിയിൽ 2/8/2025, മറ്റ് 7 ജില്ലകൾക്ക് 9/8/2025 എന്നിങ്ങനെയായിരുന്നു പരീക്ഷ നടന്നത്. അപ്പൊ അങ്ങനെ ആദ്യ ഘട്ട പരീക്ഷയിലാണ് മലപ്പുറം ജില്ല ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, അങ്ങനെ 2/8/2025 ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത്. ഈ പരീക്ഷയുടെ പരീക്ഷ പ്രകാരമാണ് ഇപ്പോൾ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ലിസ്റ്റിലാകെ 466 പേർ മാത്രമാണുള്ളത്. ലിസ്റ്റിലാകെ 466 പേര് മാത്രമാണുള്ളത്. മെയിൻ ലിസ്റ്റിലാകട്ടെ 229 പേരും 229 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 237 പേരും, അങ്ങനെ ആകെ 466 പേർ. കട്ട് ഓഫ് 68 ആണ് കട്ട് ഓഫ്. 68 മാർക്കോ അതിനു മുകളിലോ നേടിയ 229 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. ഓക്കെ, 229 പേർ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 237 പേർ. അങ്ങനെ 466 പേർ മാത്രമാണ് മലപ്പുറം ജില്ലയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ 527/2024, അതായത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വെറും 466 പേരാണ്. കട്ട് ഓഫ് 68 മാർക്കാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഇതിവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് പഴയ 2020 വന്ന ഒരു നോട്ടിഫിക്കേഷൻ നോക്കാം. 15/9/2020 അസാധാരണ ഗസറ്റഡ് ഡേറ്റിലാണ് വന്നത്. 21/10/2020 ആയിരുന്നു അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ്. ആ ഒരു സമയം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. കാറ്റഗറി നമ്പർ 105/2020. അന്നത്തെ സാലറി സ്കെയിൽ 16,500 മുതൽ 35,700 വരെയാണ്. 14 ജില്ലകളിലേക്കുമായി ആന്റിസിപ്പേറ്റഡ് വെക്സിലിൽ പ്രതീക്ഷിത വേക്കൻസികളാണ്. നോക്കുക, അന്ന് 12/12/2020 21 പരീക്ഷ നടന്നത്. 12/12/2021 പരീക്ഷ നടന്നു. 12/12/2021 അന്നത്തെ കട്ട് ഓഫ് 63 മാർക്കായിരുന്നു. അന്നത്തെ കട്ട് ഓഫ് 63 മാർക്കായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കട്ട് ഓഫ് 63. ആ 63 മാർക്ക് അതിനു മുകളിൽ നേടിയ 730 പേരാണ് അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 730 പേർ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 679 പേരും. അങ്ങനെ 1409 പേരാണ് 1409 പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. അന്ന് ആ പഴയ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് 1409 പേരാണ്. മെയിൻ ലിസ്റ്റിൽ തന്നെ 730, സപ്ലിമെന്ററി ലിസ്റ്റിൽ 679, 1409 പേർ ആകെ ആ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചപ്പോ നിങ്ങൾ ഇവിടെ നോക്കുക, വെറും 466 പേർ. വെറും 466 പേർ. എത്രയാണ്? 466 പേർ. ഏകദേശം അതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ മെയിൻ ലിസ്റ്റിൽ 1409, പുതിയ ലിസ്റ്റിൽ 466 പേരുമാണ്. ഓക്കെ, അതൊന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി പഴയ നിലവിൽ ഉള്ള ഈ ലിസ്റ്റിൽ നിന്ന്, അതായത് നിലവിലുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ മലപ്പുറം ജില്ലയുടെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതിൽ ഇതുവരെ 182 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. എത്രയാണ്?
182 അഡ്വൈസ് മാത്രമാണ് പോയിരിക്കുന്നത്. 23/5/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. 23/5/23 വന്നു. 23/5/24 1 വർഷം. 23/5/25 2 വർഷം. 23/5/26 എത്രയാണ്? 3 വർഷം. അതായത് 22/5/26 മെയ് മാസം 2026 മെയ് മാസം 22-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. തൊട്ടടുത്ത ദിവസം 23/5/2026 പുതിയ ASMന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ഓക്കെ, ഇതുവരെ അതായത് ഏകദേശം ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എന്താണ് 4 മാസം കൂട്ടിയാൽ മതി. 4 1 5 മാസം. 5 മാസമാണ് ആകെ ഉള്ളത്. ആ 5 മാസം കൊണ്ട് ഇതിൽ നിന്ന് എത്രത്തോളം നിയമനം നടക്കും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ 5 മാസമാണുള്ളത്. അപ്പൊ ആകെ 182 പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. ഒരു 210 അല്ലെങ്കിൽ 230 ഇടയിൽ നമുക്കൂടെ 210 ഒക്കെ പോയാൽ പോയി, 210 കൂട്ടിക്കോ, ഒരു 210 220 റേഞ്ചിലൊക്കെ ആയിരിക്കാം ഇനിയുള്ള ഒരു നിയമന ശുപാർശ ആകെ പോകാൻ സാധ്യത. നിങ്ങൾ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 300-ാമത്തെ റാങ്കുകാരനാണ് പോയിരിക്കുന്നത്. ഓസി ഓക്കെ, അതുപോലെ സപ്ലിമെന്ററി 689, ഇഴവ OC, ST സപ്ലി 6, മുസ്ലിം വിത്തിൻ ഓപ്പണിൽ പോയിട്ടുണ്ട്. LCI സപ്ലിയിൽ 11, OBC 530, വിശ്വകർമ്മ വിത്തിൻ OC ആണ്. SIOC നാടാർ 716, SCC സപ്ലിയിൽ 5, ധീവര സപ്ലിയിൽ 2, ഹിന്ദു നാടാർ 687-ാമത്തെ വ്യക്തി. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ആകെ 182 ടോട്ടൽ അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത്രയുമാണ് കാര്യങ്ങളുടെ എന്താണ് ആകെ തുക. അതായത് ഏറ്റവും ആദ്യം എത്രയായിരുന്നു കട്ട് ഓഫ്? ആദ്യം 63 1409 പേരുണ്ടായിരുന്നു. പിന്നീട് 68 വെറും 466 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇതുവരെ ആകെ 182 പേർക്കേ നിയമന ശുപാർശ പോയിട്ടുള്ളൂ. അത് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി അങ്ങോട്ട് ഈ ഒരു ASMലും ഏകദേശം ഈ ഒരു 200-ൽ താഴെ നിയമനങ്ങൾ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് മെയിൻ ലിസ്റ്റ് പോലും 229 പേരിൽ മാത്രം ഒതുക്കിയത്. മെയിൻ ലിസ്റ്റ് 229 പേര് എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് തീരും. നിങ്ങൾ ഇത്ര പോലും നിയമനം നടക്കാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷെ ആദ്യത്തെ റാങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്താണ് നിയമനം ലഭിക്കുക തന്നെ ചെയ്യും. ഇതാണിപ്പം എന്താണ് മലപ്പുറം ജില്ലയുടെ ASMവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മക്കളെ, കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് പരീക്ഷ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒന്നായിരിക്കില്ല. കട്ട് ഓഫിന്റെ സാധ്യതകൾ, അതുപോലെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം എന്താണ് നല്ല രീതിയിൽ അങ്ങ് കുറയുകയാണ്. അപ്പോൾ നല്ലൊരു ജോലി ആത്മാർത്ഥമായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തിയേ മതിയാകൂ. അത് കമ്പനി ബോർഡ് LGS ആയാലും, ഇനി വരാൻ വേണ്ടി പോകുന്ന വെബ്കോ, അതുപോലെ തന്നെ BFA പിന്നെ ആയാലും, അതുപോലെ നിലവിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 കാറ്റഗറി ആയാലും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും, എക്സൈസ് ഇൻസ്പെക്ടർ ആയാലും, സബ് ഇൻസ്പെക്ടർ ആയാലും, SPCID ആയാലും, എന്താണ് ജയിലർ ആയാലും, അങ്ങനെ വരാൻ വേണ്ടി പോകുന്ന എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്താണ് കട്ട് ഓഫ് കൂടുമെന്നും ആളുകളുടെ എണ്ണം ലിസ്റ്റിൽ നിന്ന് കുറയ്ക്കുമെന്നും മനസ്സിലാക്കണം. അതിനനുസരിച്ച് നിങ്ങളുടെ തയ്യാറെടുപ്പ് വേഗം കൂട്ടുകയും തയ്യാറെടുപ്പിന്റെ രീതി മാറ്റുകയും ചെയ്യണം. പഴയ രീതിയിൽ തന്നെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചാലും ലിസ്റ്റിലേക്ക് ഉൾപ്പെടണമെന്നില്ല. നിങ്ങളുടെ പഠന രീതി മാറ്റുക. അത് എന്തൊക്കെ മാറ്റം സ്വയം വരുത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്താണ് മോട്ടിവേഷൻസും ഒക്കെ നല്ലതാണ്. തളർന്നു പോകുമ്പോൾ കൈപിടിച്ച് ഉയർത്താൻ പറ്റും. പക്ഷെ ഫുൾ ടൈം മോട്ടിവേഷനും മറ്റു ക്ലാസ്സുകളും മാത്രം കണ്ട് മുന്നോട്ട് പോയാൽ കാര്യമില്ല. ക്ലാസ്സുകൾ, നല്ല ക്ലാസ്സുകൾ കിട്ടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണുക. ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് അതിൽ നിന്ന് ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ആ ഫ്രീ ക്ലാസ്സുകൾ കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയാൽ അത് മാത്രമായി തീരും. പിന്നീട് അങ്ങോട്ട് ജോലി എന്ന് പറയുന്ന ഒന്നും കിട്ടില്ല. ഫുൾ ടൈം ഇത് മാത്രം നോക്കിയിരിക്കുന്ന, നമ്മൾ റീൽസ് ഒക്കെ കണ്ടിരിക്കുന്നത് പോലെ എന്താണ് PSC ക്ലാസ്സുകൾ കണ്ടിരുന്നിട്ടുണ്ട്, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ മക്കളോടോ മറ്റുള്ളവരോടൊക്കെ പറയേണ്ട ഒരവസ്ഥ വരും. അപ്പൊ അത് ഉണ്ടാവരുത്. കൃത്യമായ പഠന രീതികളിലേക്ക് കടക്കുക. നമ്മുടെ എന്താണ് മാറിയ കാലത്തിനൊത്ത് മാറിയ PSCക്കൊത്ത് മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറുക. അതുപോലെ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെയും ബിവറേജ് LDC, അതുപോലെ നമ്മുടെ എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതാ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, കമ്പനി ബോർഡ് LGS, അതുപോലെ വെബ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയവയ്ക്കുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്താണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുണ്ട് എന്ന് കരുതുകയാണ്.
അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് അംഗമാകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.